വെൽക്കം ടു ദ മോസ്റ്റ് സ്പെഷ്യൽ വ്ളോഗ്. അപ്പോൾ എൻ്റെ എൻറ്റയർ യൂട്യൂബ് വീഡിയോസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് ഞങ്ങളുടെ കുഞ്ഞു വാവ, ഞങ്ങളുടെ ബേബി ഗേൾ വരുന്ന ദിവസത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ രാവിലെ, അതായത് 1 സെപ്റ്റംബർ 2024 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോയി. ആദ്യം തന്നെ ഡയറക്റ്റ് ലേബർ റൂമിൽ പോയിട്ട് ഫോളസ് ട്യൂബൊക്കെ ഇൻഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് റൂമിലേക്ക് വന്നത്. അപ്പോൾ റൂമിലൊക്കെ ചെറിയൊരു വ്യൂ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വാച്ചൊക്കെ തന്നു കേട്ടോ അവർ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അതും ഇങ്ങനെ ഒരു കാര്യത്തിനാണല്ലോ, നല്ല കാര്യത്തിനാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും അഡ്മിറ്റായി. ഫോളസ് ട്യൂബൊക്കെ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുറേ സമയം എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഞാൻ കിടന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെയിൻ അല്ലെങ്കിലും വന്നും പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫ്രൈഡേ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും സൺഡേ അഡ്മിറ്റ് ആവാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു കാലിലെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം, കയ്യിലെ നഖം കംപ്ലീറ്റ് ആയിട്ട് വെട്ടണമെന്ന്. തീരെ നഖം ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അത് മൊത്തത്തിൽ വെട്ടിക്കളയേണ്ടി വന്നു. പിന്നെ കാലിലെ നെയിൽ പോളിഷൊക്കെ അവർ തന്നൊരു സാധനം വെച്ചിട്ട് വൈശ എനിക്ക് റിമൂവ് ചെയ്ത് തന്നു. ഇടുന്നതും റിമൂവ് ചെയ്യുന്നതും ഒന്നും ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ വരെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം അല്ലായിരുന്നതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും അമ്മയും വൈശാഖും ഇങ്ങനെ ഞങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് പെയിൻ വല്ലതും വന്നാൽ നേരെ പോയിട്ട് അഡ്മിറ്റ് ആവുക, അഡ്മിറ്റ് നല്ല ലേബർ റൂമിലേക്ക് പോവുക. പെയിനൊന്നും വന്നില്ലെങ്കിൽ അത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക്. അപ്പോൾ നമുക്കുള്ള ഫുഡ്, പേഷ്യൻറ്റിനുള്ള ഫുഡ് ചോറൊക്കെ ആയിരുന്നു. ഞാൻ പക്ഷേ ഫ്രൈഡ് റൈസ് മേടിച്ച് കഴിച്ചു. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഫുഡിൻ്റെ അളവിലും ഫുഡിൻ്റെ രീതികളിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ചെറുതായിട്ട് പെയിൻ വന്നു തുടങ്ങി. എല്ലാം ഒന്നും ഞാൻ ക്യാപ്ചർ ചെയ്തില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പിന്നെ ഫോളസ് ട്യൂബ് ഔട്ടായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് നടന്നേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെ നടക്കുകയാണ്. ആദ്യമൊക്കെ നടപ്പിന് നല്ല സ്പീഡായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ആക്റ്റീവുമായിരുന്നു, നല്ല രസമായിട്ട് ഇപ്പം ഞാൻ പോയി പ്രസവിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നടന്നു തുടങ്ങിയത്. പിന്നെ പയ്യെ വേദനയായി, ക്ഷീണമായി. ആ ട്യൂബ് ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ലേബർ റൂമിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 2, അതായത് അടുത്ത ദിവസം, ഞങ്ങളുടെ കുഞ്ഞുവാവ ജനിക്കുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. തമ്മിൽ കാണാനോ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനോ പോലും ഉള്ളൊരവസരം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിലും ഹാപ്പിയസ്റ്റ് സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് പെയിൻ വന്നു തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു പോയി മേല് കഴുകിക്കോളാം എന്നിട്ടൊരു സ്ക്രബൊക്കെ തന്നു. മേലൊക്കെ കഴുകി ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കും പെയിൻ ഇങ്ങനെ വരുന്നു പോകുന്നു, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു 11:30 ആകുമ്പം ലേബർ റൂമിലേക്ക് മാറ്റണം, അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ കെട്ടി സെറ്റായിട്ട് റെഡി ആയിട്ടിരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷൊക്കെ ചെയ്തിട്ട് 11:15 കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ലേബർ റൂമിലേക്ക് സ്ഥലം വിട്ടു കേട്ടോ. പിന്നെ ഒരു വലിയ ജേണി ആയിരുന്നു. പിറ്റേ ദിവസം, അതായത് 2 സെപ്റ്റംബർ 2024 വൈകിട്ട് 5:21 ഞങ്ങളുടെ കുഞ്ഞുവാവ് വന്നു. അതായത് 1-ാം തീയതി 11:30 ലേബർ റൂമിൽ പോയ ഞാൻ അടുത്ത ദിവസം 5 മണി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞുവാവ് വെളിയിൽ വരുന്നത്. അതിനിടയ്ക്ക് ഒരുപാട് വലിയ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുവാവ് വന്നു. പിന്നെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുത്തിയിട്ട് വീട്ടുകാരെല്ലാം ഇറങ്ങിപ്പോയിട്ടോ. ഞങ്ങൾ പയ്യെ പേരൊക്കെ ഡിസ്കസ് ചെയ്ത് എഴുതട്ടെ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രൊമോഷൻ കിട്ടി. അമ്മ അമ്മൂമ്മയായി, അച്ഛൻ അപ്പൂപ്പനായി, വൈശാഖ അച്ഛനായി, ഞാനൊരു അമ്മയായി. അങ്ങനെ അമ്മയൊക്കെ നേരത്തെ ആയതാണ്, എന്നാലും നമ്മുടെ കയ്യിലേക്ക് കുഞ്ഞിനെ ഇപ്പോഴാണല്ലോ കിട്ടുന്നത്. ലൈഫ് ഒന്നേന്ന് മാറി തുടങ്ങി. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും എല്ലാം ഒന്നും മനസ്സിലായി തുടങ്ങിയിട്ടില്ല. അതിന് വന്ന ഏറ്റവും ആദ്യത്തെ മാറ്റി ഭക്ഷണത്തിലാണ്. ഫ്രൈഡ് റൈസ് കഴിച്ചുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ കഴിക്കുന്നത് ഈ വക സാധനങ്ങളൊക്കെയാണ്. എല്ലാത്തിലും റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു രസമുണ്ട് കേട്ടോ. ഒരു ന്യൂ ലൈഫ്, ഒരു ന്യൂ ജേർണി. കുറച്ച് നാളത്തേക്ക് ഇതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോകാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ 3 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജായി. കുഞ്ഞുവാവയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി കേട്ടോ. ഇപ്പോൾ ഇത്രയും ദിവസമായില്ലേ, എല്ലാം സെറ്റായി.